ഹലോ, എല്ലാവർക്കും എൻ്റെ മൈൽപ്പീലി ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം 3-4 ദിവസമായി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ 3-4 പേര് എന്നോട് വിളിച്ച് ചോദിച്ചു, എന്താണ് മൈൽപ്പീലിയിലൊന്നും കണ്ടില്ലല്ലോ ചേച്ചി എന്ന് ചോദിച്ചു. അപ്പോൾ വേറൊന്നുമല്ല, അതിൻ്റെ കാര്യം എന്നെ വളർത്തി വലുതാക്കിയ ഒരു അമ്മയുണ്ടായിരുന്നു. അതായത് പ്രസവത്തിൽ എൻ്റെ അമ്മ മരിച്ചിട്ട് എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ ഭാര്യയും ആങ്ങളയും കൂടിയാണ് എന്നെ എടുത്തുകൊണ്ട് പോയി അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ചതും എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും എല്ലാം നോക്കി തന്നത് ഒരമ്മയുണ്ടായിരുന്നു. ആ അമ്മയുടെ വിയോഗമായിരുന്നു തിങ്കളാഴ്ച. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമത്തിലായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ചടങ്ങുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം ചടങ്ങുകൾ ഇന്ന് കഴിഞ്ഞു. കാര്യം എനിക്ക് പുലവാലായ്മ എന്ന് പറയുന്ന പോലെ പുലയൊന്നും ഇല്ല. എന്നാലും ഞാൻ എൻ്റെ എല്ലാ കർമ്മങ്ങളും ഞാൻ അനുഷ്ഠിക്കാനാണ് വിചാരിച്ചേക്കണത്. കാരണം അമ്മ എന്നെ സ്വന്തം മോളെ പോലെയാണല്ലോ വിചാരിച്ചിരുന്നത്. അപ്പോൾ അത് കർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നുള്ള മെയിൻ കർമ്മങ്ങൾ ഇന്നായിരുന്നു അതിൻ്റെ. അപ്പോൾ നാളെ മുതൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഈ അമ്മയ്ക്ക് വേറെ സ്വന്തമായിട്ട് 3 മക്കളും ഉണ്ടായിരുന്നു. അവരെന്നേക്കാൾ ഇത്തിരി കൂടി മൂത്തതാണെന്നേ ഉണ്ടായിരുന്നുള്ളൂ. 10 അമ്മ ചമഞ്ഞാലും പെറ്റ അമ്മയാവില്ല എന്ന് ആൾക്കാർ പണ്ട് മുതലേ പറയുമല്ലേ. പക്ഷേ എൻ്റെ ഈ അമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മാത്രമല്ല, നാട്ടിലുള്ള എൻ്റെ അമ്മയെ അറിയാവുന്ന ആരും പറയും ഈ അമ്മ പെറ്റമ്മ തന്നെയായിരുന്നു എന്ന്. ഭവാനി അമ്മ എന്നായിരുന്നു പേര്. 82 വയസ്സായിരുന്നു. അപ്പോൾ ആ അമ്മ ഈ പിരിഞ്ഞു പോണ ആ സമയം വരെ എന്നോടൊന്ന് ദേഷ്യപ്പെടുവോ, എന്നെ ഒന്ന് വേറെ നിന്ന് കണ്ടിട്ടോ ഇല്ല. പിന്നെ അത് തന്നെയല്ല, ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമ്മയുടെ വിയോഗ സമയം എൻ്റെ പിറന്നാളായിരുന്നു അന്ന്. ആ വിയോഗം ചെയ്ത സമയത്ത്, എൻ്റെ പിറന്നാളിൻ്റെ സമയത്ത് തന്നെയായിരുന്നു. അതായത് അമ്മ എന്നെ എടുത്ത് വളർത്താനായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയ ആ സമയം തന്നെയായിരുന്നു അമ്മയുടെ വിയോഗം. അതും ഭയങ്കര ഒരു ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അമ്മ എന്തായാലും സ്വർഗത്തിലേക്ക് തന്നെയാണ് പോയേക്കണത്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. എന്നുവെച്ചാൽ അത്ര നല്ല ഒരു മനസ്സുള്ള സ്ത്രീയായിരുന്നു. ആൾക്കാർക്ക് ദാനം ചെയ്യാനും ആൾക്കാരെ സഹായിക്കാനും എല്ലാത്തിനും നല്ലൊരു മനസ്സുള്ള ഒരു അമ്മയായിരുന്നു. അപ്പോൾ അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. അപ്പോൾ താങ്ക് യു.